കടലിൻ്റെ മടിയും പഞ്ഞവും. കേരളത്തിൻ്റെ തീരത്തോട് ചേർന്നുള്ള ഒരു ചെറിയ ഗ്രാമം. ഓലമേഞ്ഞ ചെറിയ കുടിലുകളും തുരുമ്പെടുത്ത ഷീറ്റ് വീടുകളും മാത്രമുള്ള ആ തീരപ്രദേശത്ത് നിൽക്കുമ്പോൾ തന്നെ മനസ്സിനെ വരിഞ്ഞു മുറുക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് കണ്ണിൽപ്പെടുന്നത്. ആ ഗ്രാമം മുഴുവൻ കടുത്ത പഞ്ഞത്തിൻ്റെയും പട്ടിണിയുടെയും പിടിയിലാണ്. കൃത്യമായ വരുമാനമോ സ്ഥിരം ജോലിയോ ഇല്ലാതെ ആ ജനങ്ങളെല്ലാം പൂർണ്ണമായും കടലിനെ മാത്രം ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. കടലിലേക്ക് വല വീശിയാൽ പോലും ഇന്ന് വലിയ മീനുകളൊന്നും ലഭിക്കാറില്ല. 5 കൂട്ടുകാരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ ഗ്രാമത്തിലെ മുഴുവൻ കുടുംബങ്ങളും കടുത്ത വറുതിയിലാണ്. കടലമ്മയാണ് തങ്ങളുടെ അന്നദാതാവ് എന്ന വിശ്വാസത്തിൽ മാത്രമാണ് അവരുടെയൊക്കെ ജീവിതം എങ്ങനെയൊക്കെയോ മുന്നോട്ടു പോകുന്നത്. അന്നൊരു വെളുപ്പാൻ കാലം ആ 5 കൂട്ടുകാരും അവരുടെ വീട്ടിലെ കടുത്ത ദാരിദ്ര്യവും കടവും കാരണം വല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. അടുപ്പിൽ കത്താൻ വിറകോ വെക്കാൻ അല്പം അരിയോ പോലുമില്ല. മക്കളുടെ വിശപ്പടക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ ആ കുടുംബങ്ങൾ കണ്ണീരോടെയാണ് ആ ദിവസം തുടങ്ങിയത്. അങ്ങനെയിരിക്കെ പ്രകൃതിയും അവർക്കെതിരായി തിരിഞ്ഞു. പുറത്ത് കനത്ത മഴയും കോടമഞ്ഞും കാറ്റും ആഞ്ഞടിക്കാൻ തുടങ്ങി. ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഇരുണ്ടു മൂടിക്കെട്ടി നിൽക്കുന്നു. സംഘത്തിലെ പ്രധാനി തന്റെ ചെറിയ മരവള്ളവുമായി കടലിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവന്റെ ഭാര്യ നെഞ്ചുതകർന്നു വന്ന് അവന്റെ വഴി തടയുന്നു. ഇന്ന് നല്ല മഴയാണ് ചേട്ടാ, കടലിൽ പോകണ്ട. അന്തരീക്ഷം ഒട്ടും ശരിയല്ല, വലിയ അപകടം വരാൻ സാധ്യതയുണ്ട്. സ്റ്റാർ അവൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവൻ ഭാര്യയുടെ കൈ തട്ടിമാറ്റി ഒരു നിമിഷം ആകാശത്തേക്ക് നോക്കി മ്ലാനമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒന്നിനും പേടിക്കേണ്ട പെണ്ണെ. ഇന്നത്തെ ഈ കനത്ത മഴ കാരണം ഭൂരിഭാഗം പേരും ബോട്ടുമായി കടലിൽ ഇറങ്ങില്ല. അപ്പോൾ നമുക്ക് എതിരാളികൾ കുറവായിരിക്കും. ഈ മഴയത്ത് ഇറങ്ങിയാൽ വലിയ മീനുകൾ നല്ല വിലയ്ക്ക് വിൽക്കാൻ കിട്ടും. നമ്മുടെ ഈ പട്ടിണി മാറാൻ ഇതുതന്നെയാണ് വഴി. മറ്റുള്ളവരും അത് ശരിവെച്ച് തങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ചെറിയ വള്ളങ്ങളുമായി ആർത്തലിക്കുന്ന കടലിലേക്ക് ഇറങ്ങി. കരയിൽ നിന്ന് അവരുടെ ഭാര്യമാരും മക്കളും നെഞ്ചത്തു കരിപ്പോടെ വിറയ്ക്കുന്ന കൈകളോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവർ കടലിൽ പോയി വെറും 10 മിനിറ്റ് പോലും കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതിനുശേഷമുള്ള ഭീകരതയാണ് അടുത്ത ഘട്ടം. കരയിലുള്ള ടിവിയിലും റേഡിയോയിലും പെട്ടെന്ന് അടിയന്തര ബ്രേക്കിംഗ് ന്യൂസ് മിന്നി വന്നു. അടിയന്തര മുന്നറിയിപ്പ്. കേരള തീരത്ത് അപ്രതീക്ഷിതമായി അതിശക്തമായ ഓഖി ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിരിക്കുന്നു. മണിക്കൂറിൽ 120 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റും ഭീമാകാരമായ തിരമാലകളും ആഞ്ഞടിക്കാൻ സാധ്യതയുള്ളതിനാൽ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ ഉടൻ തന്നെ കരയിലേക്ക് മടങ്ങാൻ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. കരയിലുള്ള കുടുംബാംഗങ്ങൾ ഈ വാർത്ത കേട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. അവർ കടലിലേക്ക് നോക്കി ഭയത്തോടെയും ആധിയോടെയും ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോഴേക്കും ആ 5 പേരുടെ കൊച്ചുവള്ളം ആ ഭീമാകാരമായ ചുഴലിക്കാറ്റിന്റെയും കറുത്ത ഭീകര തിരമാലകളുടെയും നടുവിൽ പൂർണ്ണമായും പെട്ടുപോയിരുന്നു. തുടരും നാളെ രാത്രി 9 മണിക്ക്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.